കൗൺസിൽ ആഭിമുഖ്യത്തിൽ അധ്യാപക സർവീസ് സംഘടന സമരസമിതി നടത്തിവന്ന 36 മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹം അവസാനിച്ചു. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തിയത്. ജനുവരി 22-ന് സൂചനാ പണിമുടക്ക് നടത്താൻ സമരസമിതി തീരുമാനിച്ചു. CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നുവന്ന 36 മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹം അവസാനിച്ചു. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, മെഡിസിപ്പ് സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ജീവനക്കാർ 36 മണിക്കൂർ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. സമരത്തെ അഭിസംബോധന ചെയ്ത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രൻ, ജനറൽ കൺവീനർ ജയചന്ദ്രൻ കല്ലിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 22-ന് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സൂചനാ പണിമുടക്ക് നടത്താനും തീരുമാനമായി.